നെട്ടയത്തെ സ്കൂൾ ബസ്സിനുള്ളിൽ വിദ്യാർത്ഥിക്ക് കുത്തേറ്റ സംഭവത്തിൽ ആക്രമണം നടത്തിയ +1 വിദ്യാർത്ഥിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിൽ ഹാജരാക്കി. കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കത്തിക്കുത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. AV ജയശങ്കർ ചേരും അല്പസമയത്തിനകം. പോലീസ് ഹാജരാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ ജൂനിയർ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയത്. അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജൂനിയർ ജസ്റ്റിസ് ബോർഡിന്റെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് നിലവിൽ കുട്ടിയെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇനി ജൂനിയർ ജസ്റ്റിസ് ബോർഡ് നിർദ്ദേശിക്കുന്ന തരത്തിലായിരിക്കും. പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ പോലീസ് അതീവ രഹസ്യമായി കരുതലോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങളും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുട്ടിയുടെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരാതിരിക്കാൻ പോലീസ് കർശന നിർദ്ദേശം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അക്രമവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സ്കൂൾ ബസിന്റെ പിൻഭാഗത്ത് വെച്ച് കത്തിക്കുത്ത് നടത്തുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കുന്നു. ഈ കുട്ടിയെ ജൂനിയർ ജസ്റ്റിസ് ബോർഡിന്റെ നിർദ്ദേശമനുസരിച്ച് മറ്റ് തുടർ നിയമ നടപടികൾ നടത്തുമെന്നാണ് പോലീസ് എന്തായാലും പറയുന്നത്. എന്തായാലും അപകടത്തിൽ ഈ കത്തിക്കുത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 9ാം ക്ലാസ്സുകാരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നത് വളരെ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഓക്കെ, താങ്ക് യു AV ജയശങ്കർ.